بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. നമ്മളെ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മയിൽപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മുഹബ്ബത്ത് വെക്കാനും അവനെ ഇഷ്ടപ്പെടാനും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല ഇബാദത്തിന്റെ തഅരീഫ് പറഞ്ഞപ്പോൾ മനോഹരമായി നിർവചിച്ചു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത്തദല്ലുലു ലില്ലാഹി അസ്സ വജല്ല മുഹബ്ബതൻ വതഅദീമൻ ബിഫിഅലി അവാമിരിഹി വജ്തിനാബി നവാഹിഹി. ഇബാദത്തിന്റെ താരീഫ്. അതായത് അത്തദല്ലുൽ, തദല്ലുൽ എന്ന് പറഞ്ഞാൽ നിന്യനാവുക, നിസ്സാരനാവുക, അടിമയാവുക, അടിമത്തം അർപ്പിക്കുക. അതാണ് തദല്ലുൽ. ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ മുന്നിൽ രണ്ട് നിബന്ധനകളോടുകൂടി. ആരെങ്കിലും പറഞ്ഞു നിർബന്ധിച്ചതിന്റെ പേരിലായിക്കൂടാ, അതല്ലെങ്കിൽ അങ്ങനെ കണ്ട് കേട്ട് വളർന്നു ഒരു ആദത്തായതിന്റെ പേരിലായിക്കൂടാ. മുഹബ്ബതൻ വ തഅദീമൻ, ഒന്ന് അല്ലാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടു കൂടിയാവണം ആ അടിമത്തം അർപ്പിക്കുന്നത്. മറ്റൊന്ന്, ആ ഇഷ്ടത്തിനോട് അവന്റെ ഖൽബിലുണ്ടായ അല്ലാഹുവിനോടുള്ള ആദരവും ബഹുമാനവും. ഈ രണ്ട് നിബന്ധനയോടുകൂടി അള്ളാന്റെ മുമ്പിൽ അടിമത്തം അർപ്പിക്കുക. എങ്ങനെ? ബിഫിഅലി അവാമിരിഹി, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും, വജ്തിനാബി നവാഹിഹി, അവൻ നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും. അപ്പൊ അല്ലാഹ് നിർബന്ധമാക്കിയ കാര്യം ഒരു അടിമ ചെയ്യുന്നത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ കൽപ്പനയായതുകൊണ്ടാണ്. വേറെന്തും പേടിച്ചിട്ടൊന്നും ആഗ്രഹിച്ചിട്ടുമല്ല. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഒരു അടിമ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അവൻ ഏറ്റവും അധികം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആൾക്കത് ഇഷ്ടമല്ല. അയാള് അത് വേണ്ട എന്ന് പറഞ്ഞു, അതിനെ കൊണ്ടാണ്. അതാണ് ശരിക്കുള്ള ഇബാദ, ഖൽബ് അറിഞ്ഞിട്ടുള്ള ഇബാദ. അതുകൊണ്ടല്ല ഇഹ്സാൻ എന്ന് പറയുന്ന ദീനിന്റെ മൂന്നാമത്തെ മർത്തബ ഇതുമായി കണക്റ്റഡ് ആണ്. ഖൽബിൽ അത്രത്തോളം അള്ളാഹുവിനെ കൊണ്ടുവരണം. മുഹബ്ബത്ത് നിർബന്ധമാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകളെയും നേരെ ഓപ്പോസിറ്റ് ഈമാനുള്ളവരെയും അള്ളാഹു ഉപമിച്ചത് ഈ മുഹബ്ബത്തിന്റെ ഇടയിൽ പറഞ്ഞിട്ടാണ്. അതായത് ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, സൂറത്തുൽ ബഖറ. അവർ അള്ളാഹുവിന് ചില പങ്കുകാരെ അല്ലെങ്കിൽ സഹായികളെ ഉണ്ടാക്കിയവരാണ്. അന്ദാദ. എന്നിട്ടോ യുഹിബ്ബൂനഹു, ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അവരവരോട് മുഹബ്ബത്ത് വെക്കുന്നു. കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനോട് മുഹബ്ബത്ത് വെക്കുന്നത് പോലെ. എന്നാലോ വല്ലദീന ആമനു, യഥാർത്ഥത്തിലുള്ള മുഅ്മിനുകൾ, മുവഹിദുകൾ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവരുടെ ഏറ്റവും ശക്തമായ മുഹബ്ബത്ത് അള്ളാഹുവിനോടായിരിക്കും. ഈ അശദ്ദു എന്ന് അള്ളാഹു അവിടെ പറഞ്ഞതിന്റെ പൊരുൾ എന്തായിരിക്കും? അതായത് ഒരു മുവഹിദിന്റെ, ഒരു മുഅ്മിനിന്റെ മുന്നിൽ അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. പ്രസംഗത്തിനെ കൊണ്ട് കാര്യമില്ല, കേൾക്കുന്നതിനെ കൊണ്ട് കാര്യമില്ല, സംഘടിപ്പിക്കുന്നതിനെ കൊണ്ട് കാര്യമില്ല, ജീവിതത്തിൽ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അശദ്ദു ഹുബ്ബൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സൂറത്ത് തൗബയിൽ അള്ളാഹു എണ്ണിപ്പറഞ്ഞ ആ 8 കാര്യത്തിനേക്കാൾ ഇവന് ഏറ്റവും വലുത് അള്ളാഹുവും അള്ളാഹുവിന്റെ കൽപ്പനയും നിബന്ധനകളും റസൂലും ഒക്കെയാണ്. അശദ്ദു ഹുബ്ബൻ. ബാക്കി ഒരു കാര്യവും ഇവന് അള്ളാന്റെ കൽപ്പന അനുസരിക്കുന്നതിനെ തൊട്ട് പിറകോട്ട് മാറ്റൂല, മാറാൻ അവന് കഴിയൂല. എന്തിനേക്കാളും മുന്നിൽ അള്ളാഹ് അതുണ്ടാവും. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്.
ദീനിന്റെ കാര്യങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഈ അടിമക്ക് ആവേശമായിരിക്കും, മടിയായിരിക്കില്ല. അതിനെ അവൻ ഇസ്സത്തായിട്ട് കാണും, അഭിമാനമായിട്ട് കാണും ദീനനുസരിച്ച് ജീവിക്കുന്നതിന്. ദീനില്ലാത്ത അവസ്ഥയെ അവൻ ദില്ലത്തായിട്ട് കാണും. അതാണ് ഈ അശുദ്ധ ഹുബ്ബന്റെ അർത്ഥം. സഹാബാക്കൾ അങ്ങനെയാണ്. അവര് ദീനിനെ മുറുകെ പിടിക്കുന്നിടത്തോളം ആത്മീയമായി അവര് ആത്മാഭിമാനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് കാണുക. ദീനിൽ നിന്നകലുന്നതിനെ അവര് ദില്ലത്തായിട്ടാണ് കാണുക. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞൊരു വിഷയമുണ്ട്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും. അല്ലാഹു നിങ്ങൾക്ക് ഈമാനിനോട് മഹബ്ബത്ത് തന്നു, അതിനെ നിങ്ങളുടെ കൽബുകളിൽ മനോഹരമാക്കി തരികയും ചെയ്തു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഒരു മുഅ്മിനിന്റെ അവസ്ഥ അതാണ്. വെറുക്കപ്പെട്ട മോശമായ നികൃഷ്ടമായ തമ്മാടിത്തരങ്ങളോട് അവന് ഭയങ്കര വെറുപ്പായിരിക്കും. അത് വരണമെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് കൽപ്പിച്ചവനോട് മഹബ്ബത്ത് ഉണ്ടാവണം, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിരോധിച്ചവനോട് ആദരവും ബഹുമാനവും ഉണ്ടാവണം. അപ്പൊ അള്ളാഹ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നെങ്കിൽ, പ്രവർത്തിക്കുന്നെങ്കിൽ, പറയുന്നെങ്കിൽ, ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ മുഹിബ്ബായിട്ടെന്നതിനർത്ഥം. മുഹിബ്ബാണെങ്കിൽ അങ്ങനെയാവില്ല. എന്താണ് അള്ളാഹുവിനോടുള്ള ഒരു അടിമയുടെ മുഹബ്ബത്തിന്റെ അലാമത്ത്? അത് അള്ളാഹു പറഞ്ഞു തന്നു സൂറത്തുൽ ബഖറ അല്ലേ, അല്ല സൂറ ആലി ഇംറാൻ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ആലി ഇംറാൻ. ഖുൽ നബിയെ നിങ്ങൾ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. അതായത് മദനിയായ സൂറയാണ്. എന്താ മദനിയായ സൂറയുടെ പ്രത്യേകത? അതിലെ ആശയം, അർത്ഥം വളരെ ഈസിയായി അടിമകൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ചൊരു വിശദീകരണത്തിന് ആവശ്യമില്ലാതെ അഫ്ദല് പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് ആ ആയത്തുകൾ അർത്ഥം വെക്കാൻ പറ്റും. അത്ര എളുപ്പത്തിലുള്ള വാചകങ്ങളാണ് മദനിയായ സൂറകളിൽ. കാരണം എന്താ അറിയോ? ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയതാ. ഹിജറയോടുകൂടി തൗഹീദിൽ പൂർണ്ണമായി ആളുകൾ ഇനി എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ആൾക്കാരായി മാറി. അവരോട് കടുപ്പിച്ച് പറയാനോ അല്ലെങ്കിൽ ഖുർആനിന്റെ അമാനുഷികത തെളിയിക്കാനോ അതിനൊന്നും ആവശ്യമില്ല. നിയമങ്ങൾ പറയാൻ ഖുൽ നബിയെ നിങ്ങൾ പറയൂ, ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, തുഹിബ്ബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലാഹ അല്ലാഹുവിനെ നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ, ഷർത്താണ് ആണെങ്കിൽ, പിന്നെ ജവാബ് ഇങ്ങനെയാവണം. അതാ പറയോ, ഫത്തബിഊനി നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള ഒരു അടിമയുടെ മഹബ്ബത്തിന്റെ ഒന്നാമത്തെ അടയാളമായിട്ട് അള്ളാഹ് പറഞ്ഞത് ഇത്തിബാഉൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്ത് സുന്നത്തുകളെ ജീവിതത്തിൽ ഹയാത്താക്കലാണ്. സുന്നത്ത് അയാളെ ജീവിതത്തിലില്ലെങ്കിൽ അയാൾക്ക് അള്ളാഹിനോട് ഹുബ്ബില്ല, അയാൾ മുഹിബ്ബല്ല. പിന്നെ അയാൾ ഈ അമലുകളൊക്കെ ചെയ്യുന്നതോ സംതിങ് റോങ്, വേറെന്തോ നീയത്തിലാണ്. അയാൾക്ക് ഹുബ്ബില്ല. അള്ളാഹു പറഞ്ഞ അളവ് പോലാണ്. ഇത്തിബാ എന്നോടുള്ള ഹുബ്ബിന്റെ അടയാളമാണ്. എന്താ ഇത്തിബാ എന്ന് പറഞ്ഞാൽ? ഇത്തിബാഉം ഇഖ്തിദാഉം എന്താ വ്യത്യാസം? ഇമാമിനെ ഇത്തിബാ ചെയ്യലാണോ ഇഖ്തിദാ ചെയ്യലാണോ? ഇഖ്തിദാ എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ പിറകെ ചെല്ലലാണ്. ഇമാമിനോടൊപ്പം ഒരു റുക്കിനിൽ ഇമാമിനെ മുൻകടന്നാൽ സ്കാരം ബാത്തിലാവും. ഇവിടെ ചില ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ചോ, നിങ്ങളുടെ കൂട്ടത്തിലാണോ എന്ന് അറിയില്ല, മുഖം കാണുന്നില്ലല്ലോ, ബേക്കറിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഇമാമ് റുക്കുകൾ കഴിഞ്ഞ് എഴുത്തുദാലിൽ നിൽക്കുകയാണ്, പക്ഷെ മൂപ്പർക്ക് സുജൂദിലേക്ക് പോകാൻ ഭയങ്കര തിരക്ക്. ഇങ്ങനെ നിന്നിട്ട് ഇമാമ് പോവായി നമ്മൾ പറയുന്നത് സാധാരണ മനസ്സുകൊണ്ട് പറയുന്നുണ്ടാവും, അല്ല ഇപ്പൊ ഇമാമതി പോവാത്തത്, ഇയാൾ ഇങ്ങനെ നിൽക്കുന്ന ഈറ്റുദാലില് സ്വലാത്തുഹു ബാത്തിൽ, അയാളെ നിസ്കാരം ബാത്തിലാണ്. കാരണം അയാൾ ഇമാമിനേക്കാൾ ഒരു റുക്കിനിൽ മുൻകടന്നു.
ഇമാമിനേക്കാൾ ഒരു റുക്നിൽ മുൻകടക്കുന്നത് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ്. ഒരു തിരക്കും കാണിക്കുന്നത്. ഇമാം ആക്കപ്പെട്ടിരിക്കുന്നത് ഇമാമിനെ പിന്തുടരപ്പെടാനാണ്. ഇമാം ചെയ്തതിന് ശേഷമേ അക്രമം നമ്മൾ ചെയ്യാവൂ. അല്ലാഹു അക്ബർ എന്ന് ഇമാമിന്റെ അടുത്തുനിന്ന് കേട്ടതിന് ശേഷമേ നമ്മൾ തുടങ്ങാവൂ. ഇമാമിനോടൊപ്പം നമസ്കാരം ബാത്തിലാണ്. റുക്കുവിലേക്ക് പോകുന്നത്, അതേപോലെ തന്നെ സുജൂദിലേക്ക് പോകുന്നത്, റുക്കു നിന്ന് എണീക്കുന്നത്, അത്ര തിരക്കുന്നതാണ്. ചില കുരുത്തക്കെട്ട ഇമാമാണെങ്കിലുണ്ടല്ലോ, ഇവർ ഭയങ്കര തിരക്കാണല്ലോ, ഒന്ന് പഠിപ്പിച്ചാളയാ, അവൻ വെറുതെ ഏറ്റുതാലോ നിങ്ങനാക്കി കൊടുക്കും. വെറുതെ ഒന്ന് അലങ്ങിക്കൊടുത്താൽ ഇമാമ് മുപ്പരോടെത്തും, സുജൂദിലെത്തും. അത്ര തിരക്കാ മനുഷ്യന്മാർക്ക്. സ്കാരം ബാത്തിലായി പോകും. രണ്ടും ഇമാമിന്റെ 2 സലാമും വീട്ടതിന് ശേഷമാണ് മഅ്മൂമിന്റെ സലാം. എല്ലാം ഒരുമിച്ചാണ്. അതായത് ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോ ആൾക്കാരെ മുഖം ഇമാം അങ്ങോട്ടാ കാണുന്നത്, അവര് രണ്ടാമത്തെ സലാം വീട്ടിച്ചാ കാണുന്നത്. സ്കാരം ബാത്തിലായി പോകും. ഇമാമിനോട് ഇഖ്തിദാ ആണ്, ഇമാം ചെയ്തതിന് ശേഷം ബാക്കിൽ ചെയ്യലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് ഇത്തിബാഅൻ, അനുധാവനം ചെയ്യലാണ്. നബിയെ പോലെ പോക്കാൻ, കൂടെ പോക്കാൻ, ബാക്ക് പോക്കല്ല. ഇത് 2 വാക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ കാൽപാദത്തെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കാലിന്റെ ബാക്കിൽ കാല് കുത്തുക, റസൂലുള്ളാഹിന്റെ കാലിന്റെ മുകളിൽ കാല് കുത്തുക. അതാണ് ഇഖ്തിദാഉം ഇത്തിബാഉം തമ്മിലുള്ള വ്യത്യാസം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേണ്ടത് ഇത്തിബാ ആണ്. ഇത്തിബാ നമ്മളുടെ ആദത്തായി മാറലാണ് യഥാർത്ഥത്തിലുള്ള ഇത്തിബാ എന്ന് പറഞ്ഞാൽ, എനിക്ക് താല്പര്യം ഓക്കെ, എന്റെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ ഓക്കെ, എന്റെ ഒരു മാനസികാവസ്ഥ വെച്ച് ഇപ്പൊ ഓക്കെ, അത് ഞാൻ ചെയ്തോളാം. മറ്റേ കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ മാത്രം ആയിട്ടില്ല, കുറച്ചും കൂടി ആവട്ടെ. ഇത്തിബാ നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്. അല്ലാഹു ജൂതന്മാരെ പറ്റി പറഞ്ഞ വാക്കാത്. ചില കാര്യങ്ങളെ പറ്റി നമ്മൾ ഓക്കെ, എന്നാൽ ചില കാര്യത്തിനോ ഇപ്പൊ ആയിട്ടില്ല. അത് ജൂതന്റെ സ്വഭാവമാണ്. അള്ളാഹു മാപ്പ് തരട്ടെ. ഇത്തിബാ മുഹമ്മദ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഒരടിമക്കുള്ള ഹുബ്ബിന്റെ അലാമത്താണ്. ഫത്തബിഊനി എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, തിരിച്ച് അല്ലാഹു നിങ്ങളെ ഇഷ്ടം, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞാൽ എന്തല്ല, വന്ദേ ഭാരത് ടിക്കറ്റ് എടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് 6 മണിക്കൂർ കൊണ്ടെത്തുന്ന പോലെയല്ല ദുനിയാവുന്ന സ്വർഗത്തിൽ പോവാന്ന് പറഞ്ഞാൽ. കുറച്ച് പണിയാണ്. പണി എന്ന് പറഞ്ഞാൽ നമ്മളെ നഫ്സിനെ ചവിട്ടി താഴ്ത്തിയേ പറ്റൂ. നമ്മളുടെ ഹവയെ മാറ്റി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിനെ നമ്മുടെ ഹവയാക്കിയേ പറ്റൂ. എന്നാലേ പോവാൻ പറ്റൂ, അല്ലാണ്ട് സ്വർഗം കിട്ടൂല, ഉറപ്പാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ, അല്ലാഹുവിന്റെ ചോദ്യമല്ലേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ വെറുതെ വിട്ടതാന്ന്? വെറുതെ വിട്ടതല്ല. നല്ല ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ, ആ ലക്ഷ്യത്തിലെത്തിയേ പറ്റും. ആ ലക്ഷ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിലേക്ക് എത്താനുള്ള വഴിയുടെ കടുപ്പം മനസ്സിലാക്കി ഒരുത്തിന് ഇറങ്ങിയാൽ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുൽ, അല്ലാഹു എളുപ്പാക്കി തരും. ഇറങ്ങാന പണി, സ്റ്റാർട്ട് ഇൻ ട്രബിൾ. ഇറങ്ങി നോക്ക്, അള്ളാഹു ഓരോന്ന് എളുപ്പമാക്കി തരും. കാരണം അത് അള്ളാന്റെ വഅദയാണ്. അപ്പൊ വെറുതെ പോകാൻ എന്തായാലും പറ്റൂല. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കണമെന്നറിയോ? നമ്മൾ തൗഹീദിന്റെ ആൾക്കാരാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്ന മനുഷ്യന്മാരാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. പക്ഷെ നമ്മുടെ ഖൽബിയായ അവസ്ഥ അള്ളാഹുവിന്റെ മഹബ്ബത്ത് തിരിച്ചിങ്ങോട്ട് കിട്ടാൻ മാത്രമായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചേ പറ്റൂ. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അലാമത്താണ് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കി തരുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുത്തൻ പാപി ആവൂല. അവന് സുരക്ഷിതത്വം കൊടുക്കും. ഇനി അഥവാ മനുഷ്യനല്ലേ പറ്റിപ്പോയാൽ അവൻ അള്ളാഹു തൗബ എളുപ്പാക്കി കൊടുക്കും. അല്ലെങ്കിൽ അവനെ കൊണ്ട് എന്തെങ്കിലും നന്മ ചെയ്യിപ്പിച്ചിട്ട് അള്ളാഹു അതങ്ങ് മായിച്ചു കൊടുക്കും. പക്ഷെ അള്ളാഹു ഒരു വ്യഭിചാരി പെണ്ണിനെ ഇഷ്ടപ്പെട്ട കഥ അറിയില്ലേ?
അള്ളാന്റെ മുഹബ്ബത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത മഗ്ഫിറത്താണ്. മഗ്ഫിറത്ത് കഴിഞ്ഞാൽ അടുത്തത് ദുഖൂലുൽ ജന്നയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ബനൂ ഇസ്രായേലിലെ ഒരു ബാഗിയത്തിന്റെ കഥ. ബാഗി എന്ന് പറഞ്ഞാൽ വ്യഭിചാരം തൊഴിലാക്കിയ പെണ്ണ് എന്നതിന്റെ അർത്ഥം. എപ്പോഴെങ്കിലും പെട്ടുപോയതല്ല, സിന ചെയ്ത പെണ്ണല്ല, വ്യഭിചാരം ഉള്ള ജോലി. പിന്നെ ദാഹിച്ച് വലഞ്ഞ് വെള്ളം കിട്ടാതെ മണ്ണ് നക്കി തിന്നുന്ന ഒരു പട്ടിയെ കണ്ടപ്പോൾ ഇവൾ അവളുടെ ഹുഫയൂരി കയറ് കെട്ടി കിണറ്റിലിട്ട് വെള്ളം കോരി ആ നായന്റെ വായിൽ ഇറ്റിച്ചു കൊടുത്തു. അള്ളാഹ്ക്ക് ഇഷ്ടായി. ഒരു മിണ്ടാപ്രാണിയോട് ആ മനുഷ്യ സ്ത്രീ കാണിച്ച ആ സ്വഭാവം, അതുകൊണ്ടാ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയായ കാര്യത്തിൽ ഒന്നിനെയും നീ നിസ്സാരവൽക്കരിക്കരുത്. ചിലപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ, അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പെണ്ണിന്റെ പ്രവൃത്തി അള്ളാഹ്ക്ക് ഇഷ്ടമായി, അള്ളാഹ് അവൾക്ക് പുറത്തു കൊടുത്തു, അള്ളാഹു അവളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അതുകൊണ്ട് ഇത്തിബാ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇതിന്റെ വിശദീകരണം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഈ ആയത്തിന്റെ പേരെന്താ അറിയോ? ആയത്തുൽ മഹബ്ബ, ഇഷ്ടത്തിന്റെ ആയത്ത്. അങ്ങനെ കുറെ ആയത്തുകളുണ്ട്. ആ ആയത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയത്തോട് ആ ആയത്തിന്റെ പേര് ചേർക്കപ്പെടും. ആയത്തുദ്ദൈൻ, ആയത്തുസ്സൈഫ്, പിന്നെ ആയത്തുൽ ലിആൻ എന്നെല്ലാം പറഞ്ഞ പോലെ, ആയത്തു തലാഖ് എന്ന് പറഞ്ഞ പോലെ ആയത്തുൽ ഹുബ്, ഹുബിനെ പറ്റി പറയപ്പെട്ട, മുഹബ്ബത്തിനെ പറ്റി പറയുന്ന ആയത്താണ്. ഇത് അവതരിക്കുന്നത് സബബിയാൽ. ഈ ആയത്ത് സബബിയാൽ, വെറുതെ ഇറങ്ങിയതല്ല. ഇതിന്റെ പിറകിൽ ഒരു കാരണമുണ്ട്. ചില ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ദീനിന്റെ അവകാശവാദം പറഞ്ഞു. നമ്മൾ ദീനിന്റെ ആൾക്കാരാണ്, നമ്മൾ അള്ളാഹുവിന്റെ ആൾക്കാരാണ്, നമ്മൾ റസൂലുള്ളാഹിന്റെ ആൾക്കാരാണ് എന്ന അവകാശവാദം പറഞ്ഞപ്പോൾ അവർക്കുള്ള ഇംതിഹാനൻ വഖ്തിബാറൻ, പരീക്ഷയായി കൊണ്ടുവന്ന ആയത്താണ് ഈ ആയത്ത്. നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ തെളിയിക്ക്. എങ്ങനെയാ തെളിയിക്കേണ്ടത്? ബിത്തിബാഇൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്നേഹം ബാധിച്ച കൂട്ടക്കാരിൽ പ്രധാനികളായിരുന്നു നജറാനിൽ നിന്ന് വന്ന ഒരു ക്രൈസ്തവ സംഘം, നസാറാക്കളുടെ ഒരു കൂട്ടം. അവര് വന്നിട്ട് അള്ളാഹുവിനെ പുകഴ്ത്താൻ തുടങ്ങി. അവർക്ക് അള്ളാഹുവിന്റെ വിശ്വാസം ഉണ്ടല്ലോ. ഇന്നല്ലാഹ സാലിസു സലാസ, അത് അവരുടെ വാദം. അള്ളാഹു തന്നെയാണ്, പക്ഷെ അള്ളാഹു മൂന്നിൽ ഒരുവനാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവിനെ അള്ളാഹുവായിട്ട് അവർ കാണുന്നത്. അള്ളാഹുനെ ഭയങ്കരമായിട്ട് പൊക്കാൻ തുടങ്ങി. നമ്മൾ അള്ളാഹിന്റെ ആൾക്കാരാണ്, നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴേ ഈ ആയത്ത് വന്നു, നിങ്ങൾ അള്ളാഹ് അങ്ങനെ വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നബിയെ നിങ്ങൾ പറ, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം, എങ്കിൽ ആ മുഹബ്ബത്ത് സത്യമാവുകയുള്ളൂ. അപ്പൊ മുഹബ്ബത്ത് വാദിക്കുന്നവരാണ് നമ്മളും. പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവരാണ് നമ്മളും. രാവിലെ വൈകുന്നേരം 30 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നവരാണ് നമ്മളും. വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ് നമ്മളും. നബിദിന പരിപാടി വരുമ്പം പാടില്ലാതെ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല, ബിദ്അത്താണ് എന്ന് ശക്തമായി പറയുന്നവരാണ് നമ്മളും. പക്ഷേ ഈ പറയുന്നെല്ലാം ഈന്റെ ഉള്ളിൽ നിന്നാണോ അതല്ല ഇവിടെ നിന്നാണോ തെളിയിക്കേണ്ടത് നമ്മൾ ഈ ആയത്ത് പരിശോധിച്ചു കൊണ്ടാണ്. ഫത്തബിഊനി, ഫത്തബിഊനി, നബിയെ നിങ്ങൾ പറ, എന്നെ ഇത്തിബാ ചെയ്യണമെങ്കിൽ യഹ്ബുബുക്കുമുല്ലാഹ്. അല്ലാമ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹു തആല, സഹീൽ ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അലാമത്തു ഹുബ്ബില്ലാഹി, ഇതൊരു പോയിന്റ് ആട്ടോ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ അടയാളം ഹുബ്ബുൽ ഖുർആൻ, ഖുർആനിനോടുള്ള. ഗൾഫ് പോയിട്ടില്ല നിങ്ങൾ? കോഴിക്കോട് ടീം ഗൾഫുകാരുണ്ടോ? കോഴിക്കോട് മെയിൻ കച്ചവടക്കാരല്ലേ? പണ്ടേ കോഴിക്കോടിന്റെ ചരിത്രം കേൾക്കുന്ന കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഗൾഫുകാരുണ്ടോ? ഉണ്ട് അല്ലേ? പണ്ട് കാലത്ത്, ഇപ്പൊ അല്ല, പണ്ട് കാലത്ത് ഗൾഫിലേക്ക് ഭാര്യന്റെ ഒരു കത്ത് വന്നാൽ എത്ര ദിവസം എടുത്തു വെക്കും? തലങ്ങാന്റെ അടിയിൽ വെച്ചിട്ടാ കിടക്കുക പാവം. ഓള് പറയുന്ന പോലെ കേൾക്കും. കത്തിന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ പ്രിയ സഖി എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നും ആ കത്ത് വായിക്കുമ്പോൾ.
ഇല്ലന്റിനോട് ഇഷ്ടായിട്ടാ? എല്ലാ ലെറ്ററിന്റെ കവറിനോട് ഇഷ്ടായിട്ടാ? അല്ല, അതിൻ്റെ ഉള്ളിൽ എഴുതിയവനോടുള്ള ഇഷ്ടം. നമ്മുടെ ഇവനില്ലേ മജ്നൂൻ, ആര്? ഖൈസ്, ലൈലാന്റെ മജ്നൂൻ. ലൈല പോയി, ലൈല കല്യാണം കഴിച്ചിട്ട് ലൈല പോയി. ഇവൻ എന്ത് ചെയ്യും? ലൈല താമസിച്ച ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് ആ ചുമരുകളൊക്കെ ഇങ്ങനെ ചുംബിച്ചുകൊണ്ട് നടക്കും. ആൾക്കാർ വരെയും ഭ്രാന്തൻ, കല്ലിനെ ചുംബിച്ചുകൊണ്ട് നടക്കും നോക്കി. അപ്പൊ ഖൈസ് പറയും, ഞാൻ ചുംബിക്കുന്നത് ഈ കല്ലുകളെയല്ല, വലാകിൻ ഹുബ്ബ മൻ സകന ദിയാറ, ഇവിടെ താമസിച്ച ഒരുവരുണ്ട് എൻ്റെ കൽബില്, ഞാൻ ഓളെയാ ചുംബിക്കുന്നത്. കാരണം ഓള് തൊട്ട മതിലും ഓള് നടന്ന മതിലും ഒക്കെയാണ് ഈ കാണുന്നത്. ഹബ്ബ് മഹബ്ബ. അപ്പൊ ഇല്ലന്റിനെ സ്നേഹിച്ചിട്ടല്ല, അതിൻ്റെ ഉള്ളിൽ എഴുതപ്പെട്ടത് എനിക്ക് ഇഷ്ടമുള്ള എഴുതിയതാണ്. എങ്കിൽ അള്ളാഹുവിനോടുള്ള ഹബ്ബ് നമ്മൾ തെളിയിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ എന്ന റബ്ബുൽ ഇസ്സത്തിന്റെ കലാമിനോടുള്ള ഹബ്ബിനാണ്. ഇന്ന് ഈ ദിവസം ഈ സാധനം എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ കണക്കുണ്ടാവില്ല. നമുക്കിത് നോക്കാൻ പറ്റുമല്ലോ, മൊബൈൽ നോക്കാൻ പറ്റുമല്ലോ. ഇന്ന് യൂട്യൂബ് എത്ര മണിക്കൂർ കണ്ടു, വാട്സപ്പ് എത്ര മണിക്കൂർ നോക്കി, ഫേസ്ബുക്കിൽ എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കില്ലല്ലോ, ഇപ്പൊ എന്താ ഇൻസ്റ്റയിൽ എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അത്ര ഒരു നമ്മളുടെ സന്തത സഹചാരിയാണ് ഈ സാധനം. ഇന്ന് എൻ്റെ കൈവയിൽ എത്ര പ്രാവശ്യം ഖുർആൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ രാവിലെ ഒരു 5 മിനിറ്റ്, വൈകുന്നേരം ഒരു 10 മിനിറ്റ്, ഇത് ചിലപ്പോൾ കണക്ക് നമുക്ക് പറയാൻ പറ്റും. എങ്കിൽ വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അതാണ് അവസ്ഥ. സഹൽ ബിൻ അബ്ദുല്ലാ റഹ്മഹുല്ലാ പറഞ്ഞ വാക്ക് സത്യമാണ്. അലാമത്തു ഹുബ്ബില്ലാ, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഹുബ്ബിൽ തെളിവ് ഹുബ്ബുൽ ഖുർആൻ. ആ അടിമക്ക് കാരണം എൻ്റെ റബ്ബിന്റെ കലാമാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹനെ സ്നേഹിച്ച ആളാണ്. ആ സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. ഇബ്നു മസ്ഊദ് ചരിത്രം പഠിച്ചു നോക്കണം. ആട്ടിടയൻ, വെറും ആട്ടിടയൻ. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ ആടുകളെ മേയിച്ച് നടന്ന ഇബ്നു മസ്ഊദ്. പക്ഷെ പിന്നെ ആരായിന്നറിയോ? സീനിയേഴ്സ്, സഹാബാക്കളുടെ സീനിയേഴ്സിന്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മുഫസ്സിർ, ഏറ്റവും പ്രഗത്ഭനായ മുഹദ്ദിസ്, ഏറ്റവും പ്രഗത്ഭനായ ഖാദി, ഏറ്റവും പ്രഗത്ഭനായ ഖാരി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം രാത്രി സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ പള്ളിയിലെത്തി. താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു തഹജ്ജുദിന്റെ സമയമാവാനാണ് ചാൻസ്. ഒരു പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മൂലക്ക് നിസ്കരിച്ചിട്ട് ഓതിക്കൊണ്ടിരിക്കുകയാണ് സൂറത്തുൻ നിസാ. ഉമർ പറഞ്ഞു നമുക്കുള്ള ഫേവറേറ്റ് ഒരു സൂറത്ത് ഉണ്ടാവല്ലോ ഖുർആനിൽ, നമുക്ക് എപ്പോഴും ഓതാൻ തോന്നുന്ന ഇബ്നു മസ്ഊദിന് സൂറത്തുൻ നിസാ ആയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട താരീഖ് വരുമ്പോഴൊക്കെ അദ്ദേഹം ഓതിയത് സൂറത്തുൻ നിസാ എന്നാണ് കാണുന്ന ഹദീസുകൾ. മനോഹരമായിട്ട് ഓതും ചെയ്യും. പിറകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ 2 സഹാബാക്കളും അത് കേട്ടുകൊണ്ടിങ്ങനെയിരുന്നു. അത് അദ്ദേഹം ഇതറിയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഓതുകയാണ്, രസകരമായി ഹരം പിടിച്ചിട്ട് ഓതുകയാണ്. അങ്ങനെ നിസ്കാരം തീർന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി. ദുആ ഉമർ എന്ന് പറയാൻ ദുആ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, സല്യ ഇബ്നു മസ്ഊദ് തുഅത. ഇബ്നു മസ്ഊദ് ചോദിച്ചോളൂ നിനക്ക് നൽകപ്പെടും, ചോദിച്ചോളൂ നിനക്ക് നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ റസൂലുള്ളാഹി മുഅ്ജിസത്താണ്, ഇബ്നു മസ്ഊദിന്റെ ശബ്ദം റസൂലുള്ളാഹി കേട്ടിട്ടുണ്ടാവും. എന്താ ചോദിച്ചത് എന്ന് ഇവർക്കറിയില്ല. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായി. രാത്രിയിൽ റസൂലുള്ളാഹി പറഞ്ഞു ഇബ്നു മസ്ഊദിനോട്, നീ നേരം പുലരുന്നവരെ ഫജ്റു സാദിഖ് വരെ ഓതുമായിരുന്നെങ്കിൽ നമ്മളത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. ആ ഓത്തിന്റെ മാസ്മരികത അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരാൻ കാരണം അള്ളാഹുവിനോടുള്ള മുഹബ്ബത്താണ്, റബ്ബിന്റെ കലാം. അതുകൊണ്ട് അങ്ങനെ ഓതാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്ക് അലാമത്തു ഹുബ്ബില്ലാഹ് ഹുബ്ബുൽ ഖുർആൻ വഅലാമത്തു ഹുബ്ബിൽ ഖുർആൻ. ഖുർആനിനോടുള്ള ഒരാളുടെ ഇഷ്ടത്തിന്റെ അടയാളം
ഹുബ്ബുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. കാരണം എന്താ അറിയോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ ഏറ്റവും വലിയ തെളിവ് അൽ ഖുർആൻ. സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും പറഞ്ഞു, അതിൽ തൗഹീദ് അല്ലാഹു ഉറപ്പിച്ചു. പിന്നെ തൊട്ടടുത്ത് പറയുന്നത് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹിയിലുള്ള തൗഹീദാണ്, റിസാലത്തിനുള്ള ഷഹാദത്താണ്. എന്താ പ്രശ്നം? അതെയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തൗഹീദാണ്, മുവഹ്ഹിദാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയിലുള്ള ഷഹാദത്ത് സ്ഥിരപ്പെടുത്താൻ അള്ളാഹു പറയുന്നത് ഖുർആനെ സംബന്ധിച്ചാണ്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. പിന്നെ فإن كنتم في ريب مما نزلنا على عبدنا, നാം നമ്മുടെ അടിമക്ക് ഇറക്കി കൊടുത്തത് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ. ഖുർആനെ സ്ഥിരപ്പെടുത്താനല്ല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ആയത്ത് പറയുന്നത്. അതായത് അങ്ങനത്തെ ഒരു ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന നിങ്ങൾക്കറിയുന്ന, നിങ്ങൾക്കിടയിൽ വളർന്നു വന്ന ഒരാൾക്ക് പറയാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പൊ ഒരാൾ കൊടുത്തത് തന്നെയാണ്, അതെ അങ്ങനെ കൊടുക്കുന്ന എന്റെ റസൂലാണിത് എന്ന് തെളിയിക്കാനാണ് ഖുർആനെ പറ്റി അള്ളാഹു പറഞ്ഞത്. ഖുർആനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും ഒന്നാം നമ്പർ ആയിട്ടുള്ള മുഅ്ജിസത്തും. അപ്പൊ അതിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്തായിരിക്കും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യുന്നവനായിരിക്കും. വഅലാമത്തു ഹുബ്ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബുസ് സുന്ന, റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് അവർക്ക് ഇഷ്ടമായിരിക്കും എന്നതാണ്. വഅലാമത്തു ദാലിക കുല്ലി, അല്ലാഹുവോടുള്ള ഇഷ്ടത്തിന്റെയും ഖുർആനിനോടുള്ള ഇഷ്ടത്തിന്റെയും റസൂലിനോടുള്ള ഇഷ്ടത്തിന്റെയും റസൂലുള്ളാഹിന്റെ സുന്നത്തിനോടുള്ള ഇഷ്ടത്തിന്റെയും അടയാളം ഹുബ്ബുൽ ആഖിറ, അയാൾ ആഖിറത്തിനെ പറ്റി ബോധവാനായിരിക്കും എന്നതാണ്. ആ ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ പറയപ്പെട്ടതിനെല്ലാം നെവർമെന്റ് ആക്കുന്നത്. അപ്പൊ ഈ ഒരു ഹുബ്ബ്, ഈ ഒരു മഹബ്ബത്ത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ആ മഹബ്ബത്തിൽ നമ്മളുടെ മാതൃക ആരാണ്? സഹാബാക്കൾ. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദീനിന്റെ മാതൃക എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ أَيَ الصَّحَابَةُ, സഹാബാക്കൾ. وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ الْمُؤْمِنِينَ أي الصحابة. സുബ്ഹാനല്ലാഹ്, ഭാഗ്യവാന്മാർ. നിങ്ങൾ ഈ ഖൗമ് വിശ്വസിച്ച പോലെ വിശ്വസിക്കണം എന്ന് പറയപ്പെട്ടാൽ, ഏത് ഖൗമ്? സഹാബാക്കൾ വിശ്വസിച്ച പോലെ. അതായത് അവരുടെ വിശ്വാസത്തെ അല്ലാഹു അംഗീകരിച്ചു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് എതിര് കാണിക്കുകയും മുഅ്മിനീങ്ങളുടേതല്ലാത്ത വഴി സ്വീകരിക്കുകയും ചെയ്താൽ, സഹാബ സഹാബാക്കളുടേതല്ലാത്തൊരു മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ മാർഗം അല്ലാഹു അംഗീകരിച്ചു. ഹുബ്ബിലും നമുക്ക് മാതൃക സഹാബാക്കളാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബാക്കൾ സ്നേഹിച്ച പോലെ ദുനിയാവിൽ ഒരു മഖ്ലൂക്കും സ്നേഹിച്ചിട്ടുമില്ല, ഇനിയൊട്ട് സ്നേഹിക്കുകയും ഇല്ല. ഇലാ യൗമിൽ ഖിയാമ സാധ്യമേ അല്ല. ബഹുമാനപ്പെട്ട ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ത്വൽഹ ഇബ്നു ഈ സഹാബാക്കളെ പറ്റി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഉദാഹരണം പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളിപ്പോ റബീഉൽ അവ്വൽ മാസം വന്നു, നമ്മളെ കുടുംബത്തിലോ വീട്ടിലോ അയൽപക്കത്തോ ഈ പറഞ്ഞ നബിദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയോ വാദിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇത് കേൾപ്പിച്ചു കൊടുക്കണം. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന മിൻകും മുസ്തന്നൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ചര്യ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഒരാളെ നിങ്ങൾക്ക് മാതൃകയാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഫൽയസ്തന്ന ബിമൻ ഖദ് മാത, നമ്മളിൽ നിന്നും മരണപ്പെട്ട് വിട്ടുപോയ ആൾക്കാരെ നിങ്ങൾ മാതൃകയാക്കിക്കോളി. ഇബ്നു മസ്ഊദ് പറയുമ്പോൾ ആരെ പറ്റിയാ പറയുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. ആ പ്രവാചകനെയും
പ്രവാചകന്റെ സഹാബത്തിനെയും നിങ്ങൾ മാതൃകയാക്കിക്കോളിൻ. ഒരു മാതൃക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, മാതൃക വേണമല്ലോ നമുക്ക് എന്തായാലും എല്ലാ കാര്യത്തിലും. നിങ്ങൾ അവരെ കാരണം ഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന എന്നാ പറയുന്നു. സഹാബാക്കൻ ജീവിച്ചിരിക്കുമ്പോ പറയുന്നു, ജീവിച്ചിരിക്കുന്ന ആളെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളൂല, അവർക്ക് അബദ്ധം സംഭവിച്ചേക്കാം. പക്ഷെ മരിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുപറ്റാത്ത മാതൃകയാണ്. അപ്രവാചകന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളിൻ. അത് മുറുകെ പിടിച്ചവരാണ് സഹാബാക്കൾ. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനു, ഇത് കേട്ടോളൂ, അവരാരാണ്? കാനു അഫ്ദല ഹാദിഹിൽ ഉമ്മ. ഇബ്നു മസ്ഊദിന്റെ ഖൗലാണ് റളിയല്ലാഹു അൻഹു. അവർ ഈ ഉമ്മത്തിലെ, ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ്. അവർക്ക് നബിദിനാഘോഷ പരിപാടി ഉണ്ടായിട്ടില്ലെങ്കിൽ അതില്ല തന്നെ എന്റെ അർത്ഥം. അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠയായ ആളുകൾ. ഏറ്റവും നന്മയുള്ള മനസ്സിന്റെ ഉടമകൾ സഹാബാക്കളാണ്. ഏറ്റവും ആഴമേറിയ ഇൽമുള്ളവരും ആ സഹാബാക്കളാണ്. മാത്രമല്ല അവൻ റസൂലായി നിയോഗിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസത്തിന്, സുഹബത്തിന് സഹാബിയാവാൻ അല്ലാഹുവാണ് അവരെ തെരഞ്ഞെടുത്തത്. അത്രയും പൂർണ്ണരാണ് സഹാബാക്കൾ. അള്ളാന്റെ ദീനിനെ നിലനിർത്താനും തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ആ സഹാബാക്കൾ. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ശ്രേഷ്ഠതകളെ അറിയുക. നിങ്ങൾ അവരെ ഫോളോ ചെയ്യുക. അല അസരിഹിം വസിറതിഹിം, അവരുടെ താരീഖിനെ, അവരുടെ ചരിത്രത്തെ, അവരുടെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരുക. കാനു ഫഇന്നഹും കാനു അലൽ ഹുദാ അൽ മുസ്തഖീം. കാരണം ഈ പറഞ്ഞ സഹാബാക്കൾ മേലെ ചൊവ്വയുള്ള, തെറ്റാത്ത, വളവില്ലാത്ത സിറാത്തുൽ മുസ്തഖീമിൽ ജീവിച്ച് മരിച്ച ആളുകളാണ്. അതുകൊണ്ട് അവരാണ് നമുക്ക് മാതൃക. സഹാബാക്കളുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ചാൽ, ഓരോരുത്തരുടെയും അവർ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദു ഫീ സബീലി, അവർക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹുവാണ്, അത് കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂലാണ്, അതേപോലെ ജിഹാദുമാണ്. പക്ക മുഹിബ്ബുകൾ, നമ്മളെ പോലെ വെറുതെ പറയുന്നല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ന് പറയപ്പെടുന്ന മുടി 1 സെന്റിമീറ്റർ നീണ്ടു എന്ന് പറയുന്നതൊന്നും മുഹബ്ബത്തിന്റെ മൂലെത്താത്ത മനുഷ്യനാണ്. അന്ന് വിചാരിച്ചുകൊണ്ട മൂലെത്തിയിട്ടില്ല ചങ്ങായി. മൂലല്ല, മൂന്റെ ഇപ്പുറത്തെത്തിയിട്ടില്ല. മീമിന്റെ മുമ്പുള്ള അക്ഷരം ഏതാ? അലിഫ് ബാ താ സ ജീം ഹ ഖ ഖ ദാൽ ദാൽ ഐൻ ഗൈൻ റാ സ ഫ ഖാഫ് കാഫ് ലാം. ലാം, ലാമിലെത്തിയില്ല, പിന്നല്ലേ മീമിലെത്തി. കാരണം മുഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഈ പച്ചബടായ ചങ്ങായി പറയില്ല. ബടായി, പച്ചബടായി. ലോകത്തെ 1-ാം നമ്പർ കളവ് പറയുന്ന ഒരു മനുഷ്യനില്ല. ആരായിരുന്നു? ഹിറ്റ്ലറിന്റെ കൂടെ ഉണ്ടായിട്ടില്ല, ഗീബൽസ്. ഒരെണ്ണം വന്നാ ഉടച്ചോണ് ഇവനായി, നമ്മൾക്ക് അവാർഡല്ല ഈന് കൊടുക്കണമെന്ന് പറയും. ഈ വയസ്സാക്കാലെത്തിയ ബടായോടെന്ന് പറയും. ഇത്ര കൂളായിട്ട്. അതായത് നമ്മൾ കേരളത്തിലുള്ള നമ്മളൊക്കെ വെറും കഴുതകളും പോത്തുകളും ആകണമെന്നാണോ ചങ്ങാതി ആഗ്രഹിക്കുന്നത്? അതങ്ങ് വിശ്വസിക്കാനും വിഴുങ്ങാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുകളിലുള്ള പൊടിയുണ്ട് ആ വെള്ളത്തിൽ. ഏത് ഖബർ? ഏത് ഖബറിന്റെ മുകളിലുള്ള പൊടി? ആര് കണ്ടിട്ടുണ്ട് ആ ഖബറിന്? 500 കൊല്ലമായി, ഏകദേശം 500 കൊല്ലമായി ദുനിയാവിൽ ഒരു മഖ്ലൂഖ ഖബർ കണ്ടില്ല, കാണാൻ. ഇനി മുഹമ്മദ് ബിൻ സൽമാൻ എന്ന സൗദിയിലെ ഭരണാധികാരി വിചാരിച്ചാലും റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ പറ്റൂല. കാരണം അല്ലാഹു അതിനെ അങ്ങനെ സംരക്ഷിച്ചു. ഈയമുരുക്കി ഒഴിച്ചിട്ട് അതിന്റെ മതിൽ കെട്ടിയിട്ടുണ്ട് പഴയ രാജാക്കന്മാർ. ഇതിനങ്ങോട്ട് പ്രവേശനം ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കില്ല. മൂപ്പർക്ക് അതിൻ്റെ ഉള്ളിലെ പൊടി കിട്ടിയിരുന്നു. എന്തൊരു വടായി. അതിനെ ന്യായീകരിക്കുന്ന കോവർ കഴുതകൾ. കഴുതിനേക്കാളും മോശമല്ലേ കോവർ കഴുത? കഴുതൊക്കെ ഒരു അസിലുണ്ട്, കോവർ കഴുതൊക്കെ അസിലില്ലല്ലോ. ഉപ്പ കുതിരയെ ഉമ്മ കഴുതയല്ലേ കോവർ കഴുത. അങ്ങനത്തെ കുറെ കോവർ കഴുതകൾ ഞാൻ മനഃപൂർവ്വം പറയുന്നത്. കാരണം അള്ളാഹ് പറഞ്ഞത് നമുക്ക് ആ ഭാഷ, അള്ളാഹു ആ ഭാഷ. മസലുല്ലദീന ഹമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാർ. കഴുതകളെ പോലത്തെ മനുഷ്യന്മാർ. ഖുർആനും ഹദീസും കൈമലുണ്ട്, പക്ഷെ അത് മാറ്റി വെച്ചിട്ട് അത് കൈമൽ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല. ചുമന്ന് നടക്കുന്ന കോവർ കഴുതകൾ. അതല്ല, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ താരീഖ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ തൽഹയെ കാണാൻ പറ്റും.
ഒരു ഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ ഓടി. യുദ്ധകളത്തുനിന്ന് ഓടലും മഹാപാപമാണ്. മുഅ്മിനീങ്ങൾ ഓടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളുണ്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നു. ഞാൻ വിചാരിച്ചു അത് റസൂലുള്ളാഹി തങ്ങളെ സംരക്ഷിക്കാനുള്ള ആളാവണേ. അടുത്തെത്തി നോക്കുമ്പോക്ക് അത് അബൂ തൽഹയാണ്. അമ്പെയ്യാൻ തുടങ്ങി അബൂ തൽഹ. ഓരോ അമ്പിനും ഓരോ മുശ്രിക്ക് ചത്തു വീഴാൻ. ആരുമില്ല കൂടെ, ഒറ്റക്ക് റസൂലുള്ളാഹിക്ക് കവചമായിട്ട് നിൽക്കുക. തൽഹ, നബിയേ, ഇതാ എന്റെ നെറ്റ് നിങ്ങളുടെ നെറ്റിക്ക് പകരം, എന്റെ നെഞ്ച് നിങ്ങളുടെ നെഞ്ചിന് പകരം, എന്റെ കൈകാലുകൾ നിങ്ങളുടെ കൈകാലുകൾക്ക് പകരം കവചമായി നിൽക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ശഹീദിൻ യംശി അലൽ അർദ് അലാ വജ്ഹിൽ അർദ്, ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷഹീദിനെ ആർക്കെങ്കിലും കാണണമെങ്കിൽ ഫല്യൻദുർ ഇലാ തൽഹ ഇബ്നു ഉബൈദില്ലാ, ഈ തൽഹ നോയിക്കോളിൻ, ഭൂമിയിൽ നടക്കുന്ന സ്വർഗവാസിയായ ഷഹീദാണ് തൽഹ ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. അവർക്ക് ജീവിതം പ്രശ്നമല്ലായിരുന്നു, അവർക്ക് സ്വന്തം നഫ്സ് പ്രശ്നമല്ല, അവരുടെ പ്രശ്നം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇപ്പോഴോ ഈ പറയുന്നവൻ്റെയൊക്കെ അല്ലാഹു അവരെ ശർറ് നമ്മളെ ഉമ്മത്തിനെ കാക്കട്ടെ. അവർക്ക് അവരുടെ വേറെ പ്രശ്നം, അവരെ പത്തായമാണ് പ്രശ്നം. അതിനാര് കച്ചവട ചരക്കായാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചരക്കായാലും വേണ്ടില്ല. ഇവരങ്ങനല്ല, ഇവർക്ക് ഇവരെ നഫ്സേ വിഷയമല്ല, അവർക്ക് വിഷയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. യുഹൂദ് യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോൾ 30-ലധികം വെട്ടും കുത്തും അമ്പും തൽഹ ഇബ്നു ഉബൈദിന്റെ ശരീരത്തിലുണ്ട്. 30-ലധികം വെട്ടുകൾ എവിടെല്ലാം കൊണ്ടിട്ടുണ്ടാവും. ബ്ലേഡ് കൊണ്ട് കൈ മുറിച്ചു നോക്കിന, മുറിക്കണ്ട, മുറിഞ്ഞു പോയിന. ബ്ലേഡ് കൊണ്ട് ഷേവ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ, താടി പിടിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എടുക്കാൻ തോന്നി, അള്ളാഹു ഇനി തോന്നിപ്പേക്കാതിരിക്കട്ടെ, താടി പിടിക്കാൻ വേണ്ടി ബ്ലേഡ് എടുക്കാൻ. മുറിഞ്ഞു പോയാൽ എന്തായിരിക്കും വേദന? ഇത് വാളുകൊണ്ട് മുറിക്കാണ് മുശ്രിക്കുകൾ. വീശുമ്പം പോറല്ലോ വാളുകൊണ്ട് വരുന്നത്, അവിടെ നിന്ന് കീറിപ്പോയല്ലേ, ഇറച്ചി കീറുകയല്ലേ, കുന്തം കൊണ്ട് കുത്തല്ലേ ശരീരത്തിൽ, അമ്പ് തറച്ച് കീറുകയല്ലേ. 30-ലധികം എന്തു വേദന തൽഹ ഇബ്നു ഉബൈദില്ലാ ആ സമയത്ത് സഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ആ വേദനയായിരുന്നില്ല പ്രശ്നം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഇപ്പോഴും നമുക്കും പോകേണ്ടത് ആ സ്വർഗത്തിലേക്കാണ്. ഈ പോയ ആള് പോയ സ്വർഗത്തിലേക്കാണ് നമുക്കും പോകേണ്ടത്. നമുക്ക് നിസ്സാരമായിട്ടൊരു സംഗതി, ഞാൻ പിന്നെയും പറയട്ടെ, ഈ സാധനം ഒന്ന് നീട്ടാൻ പോലും മനസ്സ് വരുന്നില്ല, പിന്നെ അങ്ങോട്ട് പോകാൻ വല്ലാഹി അപകടമാണ്. സുമ്മ വല്ലാഹി അപകടമാണ്. ഇതാ ഇവരുടെ കഥ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, എന്താ റസൂലുള്ളാഹി തങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം? അമ്മാവനാണ്, റസൂലുള്ളാഹിന്റെ കാർന്നോറാണ് സഅദ് ഇബ്നു അബീ വഖാസ്. ആമിനാന്റെ ആങ്ങള, അതായത് ഉമ്മാന്റെ ബന്ധത്തിലുള്ള ആങ്ങള. അദ്ദേഹത്തെ കാണുമ്പോൾ റസൂലുള്ളാഹി പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ എൻ്റെ അമ്മാവൻ വരുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ അമ്മാവനുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞ അഭിമാനം പറയും. ഇതാണ് എൻ്റെ അമ്മാവൻ, ഹാദാ ഖാലി, നിങ്ങൾക്ക് ഇങ്ങനത്തെ ആളുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചതാ. മുസ്തജാബു ദുആയാണ് സഅദ് റളിയല്ലാഹു അൻഹു. മുസ്തജാബു ദുആ, കാരണം റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവേ സഅദിന്റെ ദുആകൾ മുഴുവനും നീ ഖബൂൽ ചെയ്യണേ. എല്ലാം ദുആ ഖബൂലാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ അമ്പയ്യാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് അമ്പയ്യാണ്. ജീവിതത്തിൽ ഒരിക്കലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് അർപ്പണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് സഅദ് ഇബ്നു അബീ വഖാസിനാണ്. ഇർമിയ സഅദ് ഫിദാക അബീ വ ഉമ്മി. ബാക്കി സഹാബാക്കൾ ഇങ്ങോട്ട് പറഞ്ഞു, നബി എൻ്റെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് അർപ്പണം എന്ന് ഇങ്ങോട്ട് പറയലാണ്. ഇത് റസൂലുള്ളാഹി അങ്ങോട്ടാ പറഞ്ഞത്. കാരണം സഅദ് ഇബ്നു അബീ വഖാസ് അങ്ങനെ ആയിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി. അദ്ദേഹത്തിൻ്റെ മകള്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമ്മു സലമ, സഅദ് ഇബ്നു അബീ വഖാസിന്റെ മോള്. ആ മോള് മദീനത്ത് നിന്ന് പിന്നെ ആൾക്കാരോട് ഇങ്ങനെ അഭിമാനം പറയും, ഞാൻ ആരാന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാനെയും ഉമ്മാനെയും അർപ്പണം പറഞ്ഞ ആളെ മോളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളുമായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സുബ്ഹാന സ്നേഹിച്ച ഉക്കാശ ബിൻ മിഹ്സൻ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താവുന്നതിന് 2 ദിവസം മുമ്പ്, വഫാത്താവുന്നതിന് 2 ദിവസം മുമ്പ് പള്ളിയിലേക്ക് കയറി വന്നു. പിന്നെ പാടുകൊണ്ടിട്ടോ മിമ്പറിൽ കയറിയിരുന്നു, ശരീരം ചുട്ടു പൊള്ളുന്നു.
കാരണം നമ്മുടെ കൂട്ടത്തിൽ രണ്ടാൾക്കുള്ള പനിയാണ് റസൂലുള്ളാഹിക്ക് ഒറ്റാക്ക് വരിക. തങ്ങൾ തല ഒന്ന് കുഴിച്ചു. സഹാബാക്കൾ ഈ പിരടിയിലുള്ള രോമം കണ്ടു നബിയുടെ, അത്രയും കഴിഞ്ഞു പറഞ്ഞു, ലൗ കുന്തു ശതംതു അഹദൻ ലൗ കുന്തു ദറബ്തു അഹദൻ, ഞാൻ നിങ്ങളെ ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഹക്ക് ഞാൻ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ സമയം അതിനുള്ള പകരം നിങ്ങൾ എടുത്തോളണം. ദീനാറും ദർഹമും ഉപകാരപ്പെടാത്ത ദിവസത്തേക്ക് നിങ്ങളത് മാറ്റിവെക്കരുത്. കാരണം വഫാത്താവാൻ കിടക്കുന്ന റസൂലുള്ളാഹിക്ക് സമാധാനം കിട്ടുന്നില്ല. അതായത് അന്യരുടെ ഹക്ക് ലിസ്റ്റിലുണ്ടോ എന്നുള്ള പേടി. ഇറങ്ങി വന്ന് മിമ്പറിൻ്റെ മുകളിൽ ഇരുന്നു. എന്തെല്ലാം ഉണ്ടാവും നമുക്ക് പറഞ്ഞു തീർക്കാൻ, എന്തെല്ലാം പറഞ്ഞു തീർക്കാനുണ്ടാവും, എന്തൊക്കെ കൊടുത്തു തീർക്കാനുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഹക്ക് ബാത്തിലാക്കി മരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എപ്പോഴും ദുആ ചെയ്തു, അല്ലാഹുവേ ഒരു ഹക്കിടപാടുമില്ലാത്ത അവസ്ഥയിൽ വേണം ദുനിയാവുന്ന യാത്രയാവാൻ. സഹാബാക്കളുടെ അവസ്ഥ എന്താ? ആ സമയത്ത് ചോദിച്ചപ്പം അവർ കാല് കുത്തിവെച്ച് രണ്ട് കാലുകൾക്കിടയിൽ തല ഇറുക്കിപ്പിടിച്ച് കരയാൻ തുടങ്ങി. സുൽത്താന്റെ പള്ളി മുഴുവനും കരച്ചിലിന്റെ ശബ്ദം മാത്രം. കാരണം അള്ളാഹുവിന്റെ റസൂലിനോട് അവർക്ക് എന്ത് പ്രതികാരം ചോദിക്കാൻ, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് പ്രതികാരം. അപ്പോഴാണ് ബാക്കുന്നൊരു ശബ്ദം, അനാ യാ റസൂലല്ലാഹ്, എനിക്കുണ്ട് പ്രതികാരം ചോദിക്കാൻ. താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു, ഈ കാലുകൾക്കിടയിൽ നിന്ന് സഹാബാക്കൾ ഉടനെ തന്നെ തലപൊക്കി അവരെ കണ്ണീര് തുടച്ചിട്ട് ബാക്കത്ത് നോക്കുമ്പോക്ക് ഉക്കാശ ഇബ്നു മുഹ്സൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉക്കാശ അലം ദഅഉതു ലക അമാ ദഅഉതു ലക, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടില്ലേ ഹിസാബില്ലാണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ. അറിയാം, സംഭവം അറിയാമല്ലോ. ഹിസാബ് അദാബില്ലാണ്ട് സ്വർഗത്തിൽ പോകുന്ന 70,000 ഒരു മെമ്പറാണ് താങ്കൾ, നിങ്ങൾക്ക് എന്താ എന്നോട് ഖിസാസ്? അപ്പൊ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, ബദറിന്റെ ദിവസം ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അന്ന് സഫിൽ നിർത്തിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈമേലുള്ളൊരു വടി കൊണ്ട് എൻ്റെ വയറ്റത്ത് അടിച്ചു കൊടുക്കുന്നുണ്ടോ? ആ ഓർക്കുന്നുണ്ട്. എനിക്കതിൻ്റെ പ്രതികാരം ചെയ്യും. പല സഹാബാക്കളും ഉക്കാശയെ മുനാഫിക്കാണെന്ന് തെറ്റിദ്ധരിച്ചു. കാരണം ഇങ്ങനെ റസൂലുള്ളാഹിയുടെ ആരെ പ്രതികാരം ചോദിക്കാം? ഉമർ റളിയല്ലാഹു അൻഹു വാണൂരി, ഇവ മുനാഫിക്കാണ്, ഞാൻ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ റസൂലിന്റെ മുമ്പിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ആ വടിയുണ്ട്, നീ എടുത്തിട്ട് വാ. ആ വടി കൊണ്ടുവന്നു. കശന്റെ കൈമ കൊടുത്തു. കശ പറഞ്ഞു, അന്ന് എൻ്റെ ശരീരത്തിൽ ഡ്രസ്സ് ഉണ്ടായില്ല, നിങ്ങളെ കുപ്പായം മാറ്റിത്തരണം. സഹാബാക്കൾ കണ്ണും വെച്ച് നോക്കാം ഉക്കാശനെ. ഇവ മുനാഫിക്കായി, ഇവൻ ആരോടായി സംസാരിക്കുന്നു, ഇവൻ എന്താ ഈ പറയുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരയുടെ ഈ ഭാഗം കാണുന്ന തരത്തിൽ കുപ്പായം മാറ്റി. ഇവർ കൈമേൽ വടി കൊടുത്തു. അദ്ദേഹം ഒന്നിങ്ങനെ പൊക്കി. സഹാബാക്കളെ ഉള്ളിൽ നിന്നോ ഒരു ശബ്ദം വന്നു. ആ സമയം രണ്ടാമതും പൊക്കി. അപ്പോഴും ആ ശബ്ദം കേട്ടു പള്ളിയിൽ. മൂന്നാമതും പൊക്കി, അന്നേരം ആ ശബ്ദം വന്നു. നാലാമത് അദ്ദേഹം വടി പുറകോട്ട് ചാടി ഓടി വന്ന റസൂലുള്ളാഹിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി. ആ വയറ്റുന്ന് ഡ്രസ്സ് പോയ ഭാഗത്ത് ചുംബിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി ചോദിച്ചു, നീ എന്തിനാ അവകാശം ഇങ്ങനെ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് രോഗബാധിതനാണ്, ആയത്തുകളും മറ്റും തെളിയിക്കുന്ന അങ്ങയുടെ യാത്രയാണ്. അങ്ങ് നമ്മളോട് വിട ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചു അങ്ങ് ദുനിയാവുന്ന യാത്രയാവുമ്പം ഏറ്റവും അവസാനം തൊടുന്നത് എന്നെയായിരിക്കണം എന്ന് ഞാൻ കൊതിച്ചു, അതുകൊണ്ട് ചെയ്തതാണ്. താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു, ബാക്കിയുള്ള സഹാബാക്കളൊക്കെ അന്നേരം നേരെ ഉൾട്ടയായി. അവരാഗ്രഹിച്ചു പോയി ഉക്കാശ അവരായിരുന്നെങ്കിലും. അവർക്കതായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് ബാക്കി മദീനത്ത് ആ പെണ്ണിന്റെ സംഭവം അറിയില്ലേ? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ ബിദായത്തു വൻ നിഹായിൽ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട് ഹസനായ സനദോടുകൂടി. പെണ്ണുങ്ങളുടെ 2 മക്കളും ഭർത്താവും ഉപ്പയും ജിഹാദിലുണ്ട്, ഉഹദ് യുദ്ധത്തിന്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് ആ പെണ്ണുങ്ങൾ കേൾക്കുന്ന വാർത്ത ഈ മക്കളെ ഷഹാദത്താണ്, ഈ ഉപ്പാന്റെ ഷഹാദത്താണ്, ഈ ഭർത്താവിന്റെ ഷഹാദത്താണ്. ഇപ്പോൾ മദീനത്തിന്റെ കവാടത്തിൽ നിൽപ്പുണ്ട്. വരുമ്പോ ചോദിക്കും, മാ ഫഅല റസൂലുള്ളാഹ്, റസൂലുള്ളാഹിക്ക് എന്താ പറ്റിയത്? കൊല്ലപ്പെട്ടു എന്ന് കേട്ടല്ലോ, അമ്പ് തറച്ചു എന്ന് കേട്ടല്ലോ, മാ ഫഅല റസൂലുള്ളാഹ്. അപ്പൊ ആരോ പറഞ്ഞു, നിന്റെ ഭർത്താവ് മരിച്ചു. അവള് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മാ ഫഅല റസൂലുള്ളാഹ്, നമ്മൾ എവിടെ ഇട്ടുപോയി? ഒരു നൂറ്റാണ്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് തൗഹീദിന്റെ ഈ സുന്നത്തിന്റെ ഈ പ്രവൃത്തി ചെയ്ത് നടക്കുകയാണ്.
ഈ പറഞ്ഞ മദീനത്തിലെ സാധാ സ്ത്രീയോടുകൂടി നമ്മളെ താരതമ്യം ചെയ്താൽ എവിടെയുണ്ട് നമ്മുടെ സുന്നത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വിഷയത്തിൽ? പ്രസംഗിച്ചുകൊണ്ട് കാര്യം നടക്കൂല, പ്രവർത്തകരായതുകൊണ്ട് കാര്യം നടക്കൂല. ജീവിതത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ. റസൂലുള്ളാഹ് അപ്പോൾ ആൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവൻ അന്വേഷിക്കുന്നത്. മാ ഫഅല റസൂൽ. ഒരാൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പോറൽ പോലും ഏൽക്കാതെ നിർഭയനായി തിരിച്ചെത്തിയിട്ടുണ്ട്. സ്ത്രീ പറഞ്ഞു, ലാ ഉരീഹു ഹത്താ അറാ. റസൂലുള്ളാഹി തങ്ങളെ കാണുന്നവരെ എനിക്കൊരു സമാധാനം കിട്ടൂല. അവർ കൊണ്ടുപോയി. കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ് കുല്ലു ഷൈഇൻ ബഅദക ജലൽ. അങ്ങക്ക് ശേഷമാണ് നബിയെ, അങ്ങക്ക് ശേഷം നമുക്ക് ബാക്കി എന്ത് കാര്യവും വളരെ നിസ്സാരമാണ്. അങ്ങ് ജീവനോടെ ഉണ്ടെങ്കിൽ, അങ്ങക്ക് വലിക്കൊന്നുമില്ലെങ്കിൽ, എൻ്റെ ഉപ്പയോ ഭർത്താവോ എൻ്റെ 2 ആൺമക്കളോ ഷഹീദായത് എന്നെ വിഷമിപ്പിക്കുന്നില്ല. അതായിരുന്നു അവർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹബ്ബത്തിൻ്റെ കാര്യത്തിൽ നമ്മളുടെ മാതൃക സഹാബാക്കൾ. അവരെങ്ങനെയാണ് ആ മുഹബ്ബത്ത് കാണിച്ചത്? ബിത്തിബാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ജീവനേക്കാൾ, അവരുടെ മാതാപിതാക്കളെക്കാൾ, അവരുടെ മക്കളെക്കാൾ, അവരുടെ ഇണകളെക്കാൾ, അവരുടെ സ്വത്തിനേക്കാൾ, അവരുടെ ജീവനേക്കാൾ അവർ പരിഗണിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അങ്ങനെയാവനാണ് മുഹബ്ബത്തിലുള്ള ഇത്തിബാ. അല്ലാണ്ട് ജന്മദിനാഘോഷ പരിപാടി ഒരിക്കലും മുഹബ്ബത്തിന്റെ ഭാഗമല്ല. അതങ്ങനെ ആവില്ല. 2 കാരണങ്ങളുണ്ട് ഈ മൗലവിമാര് സാധാരണക്കാരോട് പറയുന്നത്. ഒന്ന്, മക്കത്തും മദീനത്തും ഉണ്ടായതാണല്ലോ, അത് നിങ്ങളെ വഹാബി വന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഇല്ലാണ്ടാക്കിയതല്ലേ. ശരിയാണ്, അത് നിഷേധിക്കുന്നില്ല. അത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാന്റെ തജ്ദീദിന്റെ ഒരു പൊൻതൂവലാണ്. അദ്ദേഹം വിപ്ലവ നായകനാണ്, നവോത്ഥാന നായകനാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അദ്ദേഹം അന്ന് നജിദ് കേന്ദ്രമാക്കി തൗഹീദിന്റെയും സുന്നത്തിന്റെയും ദഅവത്ത് തുടങ്ങുന്ന കാലം 2 ഹറമുകളും മലീമസമാണ്. സൂഫികളുടെ കൈമൽ അകപ്പെട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ജാറമായി ദർഗയായി പൊന്നും പട്ടും കൊണ്ടുവന്നിട്ട് നേർച്ച കഴിക്കുന്ന അവസ്ഥയിലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പ്രത്യേകം ഒരു റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകൾ പാടി, മൗലീദ് പാടി, ഒട്ടകത്തിനകത്ത് ബിരിയാണി വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ഇബ്നുൽ വഹാബ് റഹിമഹുല്ലാഹു തആല വന്ന് ഉള്ള ജാറങ്ങളൊക്കെ പൊളിച്ച്, ദർഗകളൊക്കെ പൊളിച്ച്, ഈ പറയപ്പെട്ട ബിദ്അത്ത് ഖുറാഫാത്തുകളൊക്കെ കഴുകി ശുദ്ധിയാക്കി തൗഹീദും സുന്നത്തും ഈ ഹറമുകളിൽ സ്ഥാപിച്ചു. അദ്ദേഹം ഈ ഉമ്മത്തിനോട് ചെയ്ത നന്മകളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയേണ്ടത് എന്താ അറിയോ? പൊളിച്ചമ്പൾ തന്നെയാണ്, സംശയം വേണ്ട. വഹാബികൾ തന്നെ അവരെന്നെ ക്ലിയറാക്കിയത് 2 ഹറമുകളെയും തോന്നിവാസങ്ങളിൽ നിന്ന്. നമുക്കറിയേണ്ടത് എന്താ അറിയോ? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പൊളിച്ചു നീക്കിയ ജാറങ്ങളെ ഉണ്ടായത് എപ്പോഴാണ്? അതിന്റെ താരീഖ് നമുക്ക് കിട്ടേണ്ടത്. അദ്ദേഹം പൊളിച്ചത് ഒരു വലിയ തിന്മയായിട്ട് പറയണമെങ്കിൽ അത് ഉണ്ടായത് എപ്പോഴാണ്? അദ്ദേഹം നിർത്തലാക്കി എന്ന് പറയപ്പെടുന്ന നബിദിനാഘോഷ പരിപാടി നടന്നത്, തുടങ്ങിയത് എപ്പോഴാണ്? അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് ആരാണ്? അതതിന്റെ മറുപടി നമുക്ക് കിട്ടേണ്ടത്. അത് മൗലവിമാരൊട്ടും പറയുന്നില്ല. ഇബ്നു വഹാബ് റഹിമഹുല്ലാഹ് ജാറം പൊളിച്ചതും ദർഗ പൊളിച്ചതും നബിദിനാഘോഷ പരിപാടി ഇല്ലാണ്ടാക്കിയതും ഒരു വലിയ തിന്മയായി പറയണമെങ്കിൽ അത് 3 കാലഘട്ടങ്ങളിലായിട്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഒന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഉണ്ടായ 23 കൊല്ലത്തിനിടയിൽ നിർമ്മിക്കപ്പെട്ടതോ തുടങ്ങി വെച്ചതോ ആയിരിക്കണം. 23 കൊല്ലം. ഈ ജന്മം പരിശോധിച്ചാൽ കിതാബിന്റെ ഒരു വരി കിട്ടൂല. ആ 23 കൊല്ലത്തിൽ എവിടെയെങ്കിലും ജാറമോ ദർഗയോ നബിദിനാഘോഷ പരിപാടിയോ ഉണ്ടായിട്ടുണ്ട്, കിട്ടൂല. ഈ ജന്മം പരിശോധിച്ചാൽ കിട്ടില്ല. അന്ന് ജീവിച്ച ഈ സഹാബാക്കൾ, നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലത്തെ ആൾക്കാരുമാണ്. ജീവനേക്കാളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ആളുകൾ. ആ 23 കൊല്ലത്തിനിടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചതിനെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് പൊളിച്ചതെങ്കിൽ അദ്ദേഹം മോശക്കാരനാണ്, ഒരു സംശയവും ഇല്ല.
ഇനി അല്ലാഹുവിന്റെ റസൂൽ 23 കൊല്ലത്തിലില്ലെങ്കിൽ അതിനിപ്പുറത്ത് വന്ന സഹാബാക്കൾ ജീവിച്ച ആദ്യത്തെ 100 കൊല്ലക്കാലത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കപ്പെട്ടതായിരിക്കണം. സഹാബാക്കളെ കൂട്ടത്തിലെ അവസാനത്തെ മെമ്പറും ദുനിയാവെന്ന് യാത്രയാവുന്നതിന് മുമ്പ് അവരുടെ അനുമതി പ്രകാരം നിർമ്മിക്കപ്പെട്ട ജാറമോ ദർഗയോ മൗലിദാഘോഷമോ മീലാദുൻ നബി പരിപാടിയോ ആണെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ മോശക്കാരനാണ്. അദ്ദേഹം ചെയ്ത് തീരെ ശരിയല്ല, വളരെ മോശമായ കാര്യമാണ്. പക്ഷെ ആ 100 കൊല്ലത്തിൽ എപ്പോഴാണ് ഉണ്ടാക്കിയതെന്നുള്ളതിന്റെ താരീഖ് കിട്ടണം. അതിൽ തന്നെ അത് ആരാണ് നേതൃത്വം കൊടുത്തത്, ആരാ ഉണ്ടാക്കിയത്, താരീഖ് കിട്ടണം. എങ്കിൽ ആ പൊളിച്ച് തീരെ ശരിയായില്ല. സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരാളെ പേരിന് ഈ പറയപ്പെട്ട സംഗതികൾ തുടങ്ങാനും നടപ്പിലാക്കാനും കിട്ടില്ല എന്നത് ചരിത്ര സത്യമാണ്. കാരണം എന്താ അറിയോ, അവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച വഴിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ സ്വർഗത്തിലേക്ക് നടന്നു പോയവരാണ്. പരിശുദ്ധ ഖുർആൻ മുസ്ഹഫായി ക്രോഡീകരിക്കാൻ പറഞ്ഞപ്പോ പോലും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് റസൂലുള്ളാഹി ചെയ്യാത്ത ഞാൻ ചെയ്യൂല. ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി വഫാത്താവുമ്പോൾ തന്നെ ഹാഫിദീങ്ങളില്ലേ, അപ്പൊ ഹാഫിദീങ്ങളൊക്കെ ഹൃദയത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചില്ലേ. ഉലമാ പറയും ഖുർആൻ മുസ്ഹഫ് ഉണ്ടാക്കിയില്ല, അത് വിദേഅത്തല്ലേ, പൊട്ടമ്മ. റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ ഹാഫിദീങ്ങളുണ്ട്, അപ്പൊ തന്നെ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടില്ലേ. പിന്നെ പുതുതായിട്ട് ഉണ്ടാക്കേണ്ട കാര്യം അതിനെ മുസ്ഹഫാക്കിയെന്ന് മാത്രം, ഒരു ചട്ടയുള്ള പുസ്തകമാക്കി മാറ്റി, അതാണ് മുസ്ഹഫ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് ആദ്യം തയ്യാറായില്ല, റസൂൽ ചെയ്യാത്ത ഞാൻ ചെയ്യൂല. ആ കണിശത കാണിച്ച സഹാബാക്കൾ 100 കൊല്ലത്തിനുള്ളിൽ നിർമ്മിച്ചതാണെങ്കിൽ ഓക്കെ പറഞ്ഞു തരണം. അവരുടെ കാലത്തിലുമില്ല, കിട്ടൂല. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ പറഞ്ഞ സുമ്മല്ലദീന യലൂനഹും, ആര് നോക്കാൻ പറഞ്ഞ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നിങ്ങൾ ആരെ നോക്കണം? സുമ്മല്ലദീന യലൂനഹും, അവരെ തുടർന്ന് വന്ന താബിഉകൾ, സഹാബാക്കളിൽ നിന്ന് നേർക്ക് നേരെ ദീൻ പഠിച്ച 2ാം നൂറ്റാണ്ടുകാർ. അവരിൽ ആരെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, ഇമാം മാലിക് ബിൻ അനസ് ഇമാമു ദാരിൽ ഹിജ്റ മദീനയിലെ ഇമാം, മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാമുസ് സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ്, ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലെങ്കിലും അവരുടെ അനുമതി പ്രകാരവും സമ്മതപ്രകാരവും നിർമ്മിച്ചതാണെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബ് ചെയ്തത് തീരെ ശരിയായില്ല. തൊട്ടിപ്പുറത്തെ കാലം ഇമാമുൽ ബുഖാരി, ഇമാമുൽ മുസ്ലിം, ഇബ്നു മാജ, അബൂ ദാവൂദ്, തിർമിദി, അന്നസായി, കുതുബുസ് സിത്തയുടെ പ്രഗൽഭരായ അഹ്ലുസുന്നയുടെ മുഹദ്ദിസുകൾ അവരുടെ കാലത്തിലെങ്കിലും, അതായത് ആദ്യത്തെ 300 കാലത്തിനിടയിൽ അവരുടെ സമ്മതപ്രകാരം അവരുടെ തൃപ്തിപ്രകാരം ഉണ്ടാക്കപ്പെട്ടതോ നിർമ്മിതമായതോ ആണെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഒരു അവകാശമില്ല ഇല്ലാണ്ടാക്കാൻ. പക്ഷെ ആ 300 കൊല്ലം ഇത് ഉണ്ടായില്ല. അപ്പൊ പിന്നെ പൊളിച്ചതുണ്ടായത് എപ്പോഴാണ്? താരീഖിലുള്ളത് 4ാം നൂറ്റാണ്ടിലാണ്. അബ്ബാസി ഭരണകൂടം അസ്തമിച്ചു. ഉബൈദികൾ, ഫാത്തിമികൾ, ഷിയാക്കൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ ആളുകളെ കൊണ്ട് ഷിയാക്കളിലേക്ക് മനസ്സുകളെ ആകർഷിപ്പിക്കാൻ അവർ ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചുണ്ടാക്കി വെച്ച തുടങ്ങി വെച്ച സംഗതികൾ. ഫാത്തിമികൾ അഹ്ലുസുന്നയിൽ പെടുത്തിയിട്ട് പോലുമില്ല ഉലമാക്കൾ. അവർ കാഫിരികളിൽ പെടുത്തിയവരാണ് ഈ ഉബൈദികൾ. അവർ മുസ്ലിമാന്ന് പോലും അഹ്ലുസുന്ന ഉലമാക്കൾക്ക് അഭിപ്രായമില്ല. അവർ അബൂബക്കർ സിദ്ദീഖിനെ കാഫറാക്കിയവരാണ്, ഉമർ ഫാറൂഖിനെ കാഫറാക്കിയവരാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇപ്പോഴും സാനിയത്ത എന്ന് പറഞ്ഞ് ലഅനത്തുല്ലാഹി അലൈഹ എന്ന് പറയുന്ന ആൾക്കാരാണ്. മുസ്ലിമീങ്ങളെ അല്ല അവരുണ്ടാക്കി വെച്ചതാണ് ഈ ദാരങ്ങളും ദർഗകളും അതേപോലെ മീലാദാഘോഷ പരിപാടികളും 4ാം നൂറ്റാണ്ടിൽ. അതുതന്നെയാണ് തഴവാവസ്ഥ അങ്ങനെ പറയാൻ കാരണം. ഇത് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന് ശേഷം വന്നതാണ്. അതുകൊണ്ട് മക്കത്തുണ്ടായിരുന്നു, മദീനത്തുണ്ടായിരുന്നു. നിങ്ങളെ ഉപ്പാപ്പന്മാരുണ്ടാക്കിയത് ഖുറാഫികളുടെ, ബിദഅത്തിന്റെ അഹ്ലുകാരുടെ, ശിർക്കിന്റെ അഹ്ലുകാരുടെ ഉപ്പാപ്പമാര് ഉണ്ടാക്കിയത്. പക്ഷെ അഹ്ലുസുന്നയുടെ ഇമാമ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വന്നപ്പം ഒക്കെ തകർത്ത് തരിപ്പണമാക്കി ക്ലിയറാക്കി. എന്നാ സംഭവിച്ചത്? ഇനി അത് തെറ്റാണെങ്കിൽ ഇത് ഉണ്ടാക്കപ്പെട്ടതിന്റെ താരീഖ് നമുക്ക് പറഞ്ഞു തരണം. ഉലമാർ ഇതുവരെ തലതൊട്ടപ്പം മുതൽ കീടം വരെ ആരും ഇതുവരെ പറഞ്ഞില്ല. അത് പറഞ്ഞു എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കപ്പെട്ടത്. 2ാമത് സൂറത്ത് യൂനുസിന്റെ ആയത്ത് ഓതിട്ടാ പറയാ, ഏത് കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മ. ഒറ്റ ചോദ്യമുള്ളൂ നമുക്ക്. സഹാബാക്കളാണ് ഖുർആന്റെ തഫ്സീറിന്റെ 2ാം ഭാഗം. 1 തഫ്സീറുൽ ഖുർആനി ബിൽ ഖുർആൻ, 2 തഫ്സീറുൽ ഖുർആനി ബിൽ അഹാദീസ്, സുദാൻ ഹദീസ് ഉണ്ട്. 3 തഫ്സീറുൽ ഖുർആൻ ബി അഖ്വാലി സഹാബ.
ഖുർആൻ തഫ്സീർ ചെയ്യേണ്ടത് സഹാബാക്കളാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിന്റെ ഹദീസ് കഴിഞ്ഞാൽ സഹാബാക്കൾ എന്ത് പറഞ്ഞു? സൂറത്ത് യൂനുസിന്റെ എത്രാമത്തെ ആയത്ത്? 59. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്ത് ഓതുന്നുണ്ടല്ലോ. സഹാബാക്കൾ എന്തുകൊണ്ട് ഈ അർത്ഥം മനസ്സിലാക്കിയില്ല? അതിന്റെ മറുപടി നമുക്ക് കിട്ടണം. ഇത്ര വലിയ പുണ്യകർമ്മം, മുഹമ്മദ് മുസ്തഫയുടെ ജന്മദിനാഘോഷ പരിപാടി, സഹാബാക്കളാകുന്ന ജീവനേക്കാൾ റസൂലുള്ളാഹിനെ ഹബ്ബ് വെച്ച ആളുകൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഖുർആൻ തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാവും. പക്ഷെ പറയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹബ്ബ് അവരെന്തോ ആയിക്കോട്ടെ, നമുക്ക് പറയാനുള്ള പറയാന്നല്ലാതെ പിടിച്ചു വലിച്ച് ജയിപ്പിക്കാൻ നമുക്ക് പറഞ്ഞിട്ടുമില്ലല്ലോ. സ്ഥാനയും ബി മുസൈത്തിൻ. നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഇത്തിബാഉൻ നബിയാണ്. A to Z മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യണം. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരണം. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി അടുത്ത ആഴ്ചയിൽ സംസാരിക്കും. അതിനുശേഷം നമ്മൾ മറ്റു കിതാബിലേക്ക് മടങ്ങും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അള്ളാഹു നല്ല മുവഹ്ഹിദുകളായി മുത്തബികളായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.